വടകര നാദാപുരം റോഡിൽ ഡിവൈഎഫ്ഐ നേതാവിനെ സ്വകാര്യ ബസ്സിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. ഡിവൈഎഫ്ഐ ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റി അംഗം മൃദുലിന് നേരെയാണ് വധശ്രമം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ഗുരുതര പരിക്കേറ്റ മൃദുൽ വടകര ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാദാപുരം റോഡിൽ സർവീസ് റോഡിലൂടെ സർവീസ് നടത്താത്ത ബസ്സുകൾക്കെതിരെ ഡിവൈഎഫ്ഐ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഷേധത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മടപ്പള്ളി കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ബസ്സിൽ കയറ്റാൻ സഹായിക്കുന്നതിനിടെയാണ് ബസ് മൃദുലിന് നേരെ ഓടിച്ചു കയറ്റിയത്. പരിക്കേറ്റ മൃദുൽ ആശുപത്രിയിലാണ്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ സർവീസ് റോഡിലൂടെ സർവീസ് നടത്താത്തത് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത്തരം ബസ്സുകൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നത്. തലശ്ശേരി കോഴിക്കോട് റൂട്ടിലോടുന്ന TDS ക്ലാസിക് എന്ന സ്വകാര്യ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. മൃദുലിനെ ഇടിച്ചിട്ട ശേഷം ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ഇന്ന് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നാദാപുരം റോഡിൽ സ്വകാര്യ ബസ്സുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. റോഡിൽ സർവീസ് റോഡിലൂടെ പ്രവേശിക്കാത്ത ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള ബസ് അധികൃതരുടെ നടപടി പ്രതിഷേധിച്ചുകൊണ്ട് 2-3 ദിവസമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മടപ്പള്ളി കോളേജ് ഉൾപ്പെടെ മടപ്പള്ളി ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ മണിക്കൂറുകളോളം വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ വൈകുന്നേരം 5, 6, 7 മണി വരെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കിട്ടാതിന്റെ ഭാഗമായി നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ള ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമായിരുന്നു കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ തടയാനും അതോടൊപ്പം തന്നെ സർവീസ് റോഡിലൂടെ വഴിതിരിച്ചു വിടാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് നേരെയാണ് കോഴിക്കോട് കണ്ണൂർ റൂട്ടിലോടുന്ന DTS ക്ലാസിക് എന്ന ബസ് ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഡിവൈഎഫ്ഐയുടെ ഒഞ്ചിയം മേഖലാ സെക്രട്ടറി ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റി അംഗമായ സഖാവ് MK മൃദുലിനെ ഇടിച്ചിടുന്ന സ്ഥിതി ഉണ്ടായത്. ഡിവൈഎഫ്ഐ വലിയ പ്രക്ഷോഭമാണ് ഇതിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ബസ് അധികാരികളുടെ ഈ തമ്മാടിത്തത്തിനെതിരെ ബഹുജനങ്ങൾ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭത്തിനാണ് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. നാദാ റോഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ബസ് നിർത്തി വിദ്യാർത്ഥികളെ കയറ്റാത്ത എല്ലാ ബസ്സിനെയും തടഞ്ഞുകൊണ്ട് ഒരു ദിവസം വലിയ പ്രക്ഷോഭത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. സഖാവ് മൃദുലിനെതിരെയുള്ള വധിക്കാൻ ഉദ്ദേശത്തോടുകൂടി നടത്തിയ പ്രവർത്തനത്തിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് മാത്രമാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.